ഇപ്പം ഈ കാര്യങ്ങൾ ഈ ശബരിമലയിലെ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് മറുപടി പറയാതെ 9 വർഷം നടത്താത്ത അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ കൊണ്ടുപോയി നടത്തുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുമല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നതെന്ന്. അത് തന്നെ ഞങ്ങളും ചോദിക്കുന്നുള്ളൂ. അദ്ദേഹം എന്തൊക്കെ പറയുന്നത് രാവിലെയും വൈകുന്നേരവും എന്തെല്ലാം മാറ്റി പറയുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ആ രാജേഷ് കൃഷ്ണൻ മകനും തമ്മിലുള്ള ബന്ധത്തിന് ഈ രാജീവ് ചന്ദ്രശേഖരൻ പറയുന്ന അതേ നിലപാടാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. കാരണം വർഗീയമായി ഇതിനെ തിരിഞ്ഞ് മാറ്റാനുള്ള ശ്രമം അവർ നടത്തുന്നു. ഒപ്പം ഭക്തജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് ദേവസ്വം ബോർഡ് സ്വീകരിക്കുമ്പോൾ ആ നിലപാടിനെ പ്രതിപക്ഷ നേതാവ് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്ത് നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്? ഭക്തജനങ്ങൾക്ക് എതിരായിട്ടാണ്, അയ്യപ്പ ഭക്തർക്ക് എതിരായിട്ടുള്ള കാര്യമാണ് സുപ്രീം കോടതിയിൽ നിലവിലിരിക്കുന്ന അഫിഡവിറ്റ് ആണല്ലോ. സത്യവാങ്മൂലം, അവിടെ ആചാര ലംഘനത്തിന് പിന്തുണ കൊടുക്കുന്ന സത്യവാങ്മൂലം, അത് സർക്കാർ കൊടുത്തിരിക്കുന്ന UDF സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തിയിട്ടാണ് LDF സർക്കാർ ആചാര ലംഘനത്തിന് കൂട്ടുവയ്ക്കുന്ന സത്യവാങ്മൂലം കൊടുത്തത്. അത് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കാണിക്കുന്ന അയ്യപ്പ ഭക്തി കാപട്യമാണ്. ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ ഇപ്പോഴും സർക്കാരിൻ്റെ നിലപാട് അതാണ് ആണല്ലോ. അതല്ലേ? അത് ചോദിക്കണ്ടേ ഞങ്ങൾ അല്ല, ഞാൻ ചോദിക്കട്ടെ, 9 കൊല്ലമായിട്ട് ശബരിമലയുടെ വികസനത്തിന് ചെറുവിരലനക്കാത്ത സർക്കാർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ കൊണ്ടുപോയി മാസ്റ്റർ പ്ലാൻ വെച്ചാൽ ഇത് അടുത്ത സർക്കാർ നടത്തിക്കോളും. ഇവർ നടത്തണ്ട. അതൊക്കെ ഞാൻ പറഞ്ഞ കാപട്യത്തിൻ്റെ ഏറ്റവും വലിയ മകുട ഉദാഹരണമല്ലേ. 9 വർഷം. എന്നാൽ ഞങ്ങൾ UDF സർക്കാർ തുടങ്ങിയ വനം ഭൂമി ഏറ്റെടുത്ത് തുടങ്ങിയ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ എവിടെ എത്തിയേനെ? തൊട്ടില്ല. അവർ ചെറുവിരലനക്കാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി മാസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ച അതിൽ ആർക്ക് വിശ്വാസമുണ്ട്? അല്ല, ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ ചർച്ച ചെയ്ത കാര്യമാണ്. ഈ ചോദ്യത്തിന് ഒരു ഗവൺമെന്റ് മറുപടി വരട്ടെ. 9 കൊല്ലം എവിടെ പോയിരുന്നു ശബരിമല വികസനം? ഒരു അവ്യക്തതയില്ലല്ലോ. ഞങ്ങൾ ചോദിച്ചത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ. സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ അഭിപ്രായം പറയാം. ഇതിപ്പോ ബഹിഷ്കരിക്കുകയോ പങ്കെടുക്കുകയോ ചെയ്യാൻ രാഷ്ട്രീയ സമ്മേളനം അല്ലല്ലോ അവിടെ നടക്കുന്നത്. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അല്ലല്ല കേക്ക്, അത് അപ്രസക്തമാണ്. ആ ചോദ്യം അവിടെ രാഷ്ട്രീയ സമ്മേളനവും പൊതുയോഗം നല്ലതാണ്. ലെറ്റ് മീ കംപ്ലീറ്റ്. ഞാൻ പറയുന്ന എന്നോട് തീർക്കാൻ സമ്മതിക്കും. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ. ഞങ്ങൾ വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാരും മറുപടി പറയട്ടെ. ബഹിഷ്കരണമൊന്നും പങ്കെടുക്കുകയോ ഇല്ല എന്നുള്ളത് അപ്രസക്തമായ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ നടക്കുന്ന രാഷ്ട്രീയ സമ്മേളനമാണോ ബഹിഷ്കരിക്കുകയോ സമ്മേളനം നടത്താൻ? അതിന് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ അയ്യപ്പ സംഗമം നടത്തുന്ന സർക്കാർ ഈ ചോദ്യങ്ങൾക്ക് ശബരിമലയിലെ അയ്യപ്പ ഭക്തരായ ആളുകൾ, വിശ്വാസികളായ ആളുകൾ, ഞങ്ങൾ അവരെ കൂടെ ആയിരുന്നെന്ന് ആർക്കും തർക്കമില്ലല്ലോ. അതിനുവേണ്ടി ആക്ഷേപം കേട്ട പിന്തിരിപ്പന്മാരല്ലേ ഞങ്ങൾ? ഫ്യൂഡലിസ്റ്റുകളല്ലേ? ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണെന്ന് വിചാരിച്ചു. അതിന് മറുപടി പറയട്ടെ തന്നെ. നിങ്ങളെങ്ങനെ ഞങ്ങളെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുന്നത്? ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് സർക്കാരും മറുപടി പറയട്ടെ. എന്നിട്ട് അതിന്റെ സത്യസത്യത ചെയ്തില്ലല്ലോ. എന്നാ നിയമസഭയിൽ പറഞ്ഞ 4 കൊല്ലമായി. നിയമസഭയിൽ പറഞ്ഞിട്ട് 4 കൊല്ലം. നിയമസഭയിൽ 5 കൊല്ലം 4.5 കൊല്ലമായി. വന്നപ്പോൾ തന്നെ പറഞ്ഞാണ് ഒറ്റ കേസ്. ഇവർക്കെതിരെ കേസ് നിൽക്കുകയാണ്. എല്ലാ അയ്യപ്പ ഭക്തർക്കെതിരായി കേസ് നിൽക്കുകയാണ്. നാമജപ ഘോഷയാത്ര നടത്തിയ എല്ലാ NSS അടക്കമുള്ള അവർക്ക് എല്ലാ പ്രവർത്തകർക്കെതിരായിട്ടുള്ള കേസുകൾ നിലനിൽക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കൾക്കെതിരായിട്ടുള്ള കേസുകൾ നിലനിൽക്കുക. ഞങ്ങൾ പരസ്യമായി നിലപാടെടുത്ത്
അയ്യപ്പ ഭക്തരുടെ കൂടെ നിന്ന് ഞങ്ങളിപ്പോഴും അത് തന്നെയാണ്. ഇതിനിടയിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഒരു ചില ജ്യോതിഷ ചാർട്ടുകളുടെ പേരിൽ മുഖ്യമന്ത്രിക്ക് അയ്യപ്പ ബോധമുണ്ടെന്ന നിലയിൽ അതിനൊക്കെ ഒരു വസ്തുതകൾ അല്ല, അത് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ പിന്നെ അത്തരം ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്ന ആളല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് ഞാനും നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങളുടെ ഉള്ളിലും പുറത്തൊരു ചിരി വന്നതാണ് ആ വാർത്ത വായിച്ചപ്പോൾ. അത് നമുക്കും വന്നു എന്നല്ലാതെ ഞങ്ങളാരും അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളല്ല. അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കാനും അല്ല സത്യാവസ്ഥ. പരിപാടിക്ക് ബദലായി PHP പന്തളത്ത് അയ്യപ്പ സംഗമം നടത്തുകയാണ്. അപ്പോൾ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണോ സർക്കാർ? ഞാനിത് ആദ്യമേ പറഞ്ഞല്ലോ, ഇത് വർഗീയവാദികൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്, മനസ്സിലായി? ഇതിൻ്റെ ബെനഫിഷ്യറീസ്, ഇതിൻ്റെ ഗുണഭോക്താക്കൾ അവരായിരിക്കില്ല. അതാണ് പ്രശ്നം. ഇതൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട കാര്യം.